ഹേ ഗൈസ്, നമ്മുടെ പുതിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്നും നമുക്ക് അടിപൊളിയായിട്ടുള്ള പെറ്റ്സിന്റെയും വീഡിയോസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഫ്രീ അഡോപ്ഷന് വേണ്ടിയിട്ട് ഒരു ഡോഗും വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇതേപോലുള്ള സെയിൽ പോസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുത്ത് അയക്കുക. അതോടൊപ്പം തന്നെ 2-3 ഫോട്ടോസ് അയക്കുക. ഫുൾ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്തിടാനായിട്ട് കൂടെ ശ്രമിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ഏത് പെറ്റ്സോ എടുത്താലും നേരിട്ട് പോയി കണ്ട് മാത്രം എടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻസ് നിങ്ങളുടെ പുതിയ സ്ഥാപനത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും പ്രൊമോഷൻസ് ഒക്കെ നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ചെറിയൊരു പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആഫ്രിക്കൻ ലോ ബേർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ലൂട്ടിന ഓറഞ്ച് ഫേസ്, ലൂട്ടിന റെഡ് ഹെഡ് ഓഫ്ലൈൻ, ഗ്രീൻ ഓറഞ്ച് ഫേസ്, ഒലിവ് പീച്ചൊക്കെ കാണാനായിട്ട് പറ്റും. 600 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ്. കോഡ് നമ്പർ 1 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 3 മാസം ഏജ് ആയിട്ടുള്ള ബേർഡ്സ് ആണ്. പീസ് റേറ്റ് 600 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് നമുക്ക് ഫിഞ്ചസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓൾ ഫിഞ്ചസും കാണാനായിട്ട് പറ്റും, ലോങ് ടൈൽ ഫിഞ്ചസും കാണാനായിട്ട് സാധിക്കും. 3500 രൂപയാണ് 2 പെയർ ഫിഞ്ചസിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയാണ്. കോഡ് നമ്പർ 2 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 2 പേരും കൂടെ ആയിട്ട് 3500 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ക്യാറ്റാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 4000 രൂപയാണ് ഈ ഒരു ക്യാറ്റിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. 10 മാസം ഏജ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ്. കോഡ് നമ്പർ 3 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 4000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് പോയി കണ്ട് എടുക്കുക. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് നാടൻ പ്രാവാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 500 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് വയനാടാണ്. കോഡ് നമ്പർ 4 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 500 രൂപയാണ് നാടൻ പ്രാവിൻ്റെ റേറ്റ് വരുന്നത്. പെയറാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോഴികളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നാടൻ പൂവൻ കോഴിയാണ് വന്നിട്ടുള്ളത്. കിലോയ്ക്ക് റേറ്റ് ചോദിച്ചിരിക്കുന്നത് 200 രൂപയാണ് റേറ്റ് വരുന്നത്. 24 പീസുണ്ട്. 6 മാസം ഏജ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ലൊക്കേഷൻ കൊല്ലത്താണ്. കോഡ് നമ്പർ 5 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കിലോയ്ക്ക് 200 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നേരിട്ട് പോയി കണ്ട് മാത്രം എടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി വൈകിട്ട് 7 മണിക്ക് ഇതുപോലുള്ള സെയിൽ പോസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ടും അതുവഴി നിങ്ങൾക്ക് ബേർഡ്സിനെയും പെറ്റ്സിനെയൊക്കെ വാങ്ങാനായിട്ടും പറ്റും കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബർപ്പനാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സിംഗിൾ പീസിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് 600 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ്. കോഡ് നമ്പർ 6. 600 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാസർഗോഡാണ്. കോഡ് നമ്പർ 7 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 80 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ഫ്രീ അഡോപ്ഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ലാബാണ് വന്നിട്ടുള്ളത്. ഒരു ഫീമെയിൽ ലാബാണ്. KCA സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്, പക്ഷേ അത് മിസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ ഫീമെയിലാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാകും. താല്പര്യമുള്ളവർ വാങ്ങുക. തിരുവനന്തപുരത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 8 ആണ്. ഇതിനെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് വളർത്താൻ പറ്റുന്നുള്ളവർ മാത്രം അവരെ കോൺടാക്ട് ചെയ്യുക.
അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗപ്പീസിൻ്റെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 80 രൂപയാണ് റേറ്റ് വരുന്ന പെയർ റേറ്റ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാസർഗോഡാണ്. കോഡ് നമ്പർ 9 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കുറച്ചധികം ഗപ്പീസ് വെറൈറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. അടുത്ത ക്ലിപ്പിലായിട്ട് നമുക്ക് കാണാം. അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 80 രൂപയ്ക്ക് വന്നിട്ടുള്ള ഗപ്പീസ് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പെയർ 80 രൂപയാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കാസർഗോഡാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 9 ആണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 130 രൂപയ്ക്ക് വന്നിട്ടുള്ള ഗപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പെയർ 130 രൂപയാണ് റേറ്റ് വരുന്നത്. കാസർഗോഡാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 9 തന്നെയാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് സെയിലിനുണ്ടെങ്കിൽ എനിക്ക് ലാൻഡ്സ്കേപ്പിൽ ഇതേപോലുള്ള വീഡിയോസ് അയച്ചു തരിക. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് നല്ല നല്ല വീഡിയോസ് വരുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് വേറെ ചാനലിലൊക്കെ കൊടുക്കുന്ന വീഡിയോസ് സെയിം വീഡിയോ തന്നെ എടുത്ത് അയക്കാറുണ്ട്. അതോടൊപ്പം ഞാൻ അവരോട് ചോദിക്കും ഇതേപോലെ അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന്. പക്ഷേ അവർ അപ്പോഴും നമ്മൾ അയച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയും. പക്ഷേ നമ്മൾ അവരെ അയച്ചു കൊടുത്തവരുടെ വീഡിയോസ് കാണുമ്പം ഇതേം സെയിം വീഡിയോ അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പം റിപ്ലൈ ഇല്ല. അങ്ങനെയുള്ളവരുടെ ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്യാറാണ് ഇപ്പം ചെയ്യാറ്. അതുകൊണ്ട് കുറേ പേര് എനിക്ക് ഏകദേശം ഒരു 200-300 അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ വാട്സപ്പിൽ. ഇതേപോലെയുള്ള ഉടായിപ്പ് ടീംസും അല്ലാതെ ഇതേപോലെയൊക്കെ വരുന്നതും അതോടൊപ്പം കുറേ കൊച്ചു പിള്ളേർ അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് 300 അടുപ്പിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി ഫ്രഷ് വീഡിയോ അയക്കുന്നവരെ മാത്രമാണ് നമ്മൾ ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ചാനലൊന്നും കൊടുക്കുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല. അവർക്ക് കൊടുക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർക്ക് വേറെ വീഡിയോ, എനിക്ക് വേറെ വീഡിയോ അയക്കുക എന്നാൽ മാത്രമേ നമ്മുടെ ചാനലിൽ ഇടുന്നുള്ളൂ. അപ്പോൾ ഈ കാരണം ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല. നമ്മുടെ ഫസ്റ്റ് ചാനലിൽ പോയത് ഇതേ സെയിം കാര്യങ്ങൾ കൊണ്ടാണ്. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് സ്ട്രെങ്ക് അത് ഫ്രഷ് വീഡിയോ ഇടാത്തതുകൊണ്ട് മാത്രമാണ്. എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഫസ്റ്റ് ചാനലിൽ ഇതേപോലുള്ള പെറ്റ്സും ബേഡ്സിൻ്റെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഇതേപോലെ പണി കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ ഇനി ബേഡ്സിൻ്റെ പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ഇടാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു കണ്ടൻറ്റ് അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇപ്പം ചാനൽ ഫുള്ള് ഡെഡായി കിടക്കുകയാണ്. എന്തായാലും നമ്മൾ വഴിയെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം സെയിൽ പോസ്റ്റ് വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.